ഹലോ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്ന് അടുത്ത ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഈ സീരീസ് കംപ്ലീറ്റ് കുറച്ച് എപ്പിസോഡിൽ ഇങ്ങനെ തുറന്നെടുക്കുന്നതാണ്. LGS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ ഭാഗമായ ഏത് ദോബാണ് ഝലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ ഭാഗമായ ഏത് ദോബാണ് ഝലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ബാരി ദോബ്, രചന ദോബ്, ചാച്ച് ദോബ്, സിന്ധ് സാഗർ ദോബ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിന്ധ് സാഗർ ജോബാണ്. ഓപ്ഷൻ ഡി, സിന്ധ് സാഗർ ജോബാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്കൽ വിശറികളിൽ സമ്പന്നമായ സമതലം ഏത്? എക്കൽ വിശറികളിൽ സമ്പന്നമായ സമതലം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഡെക്കാൻ സമതലം. ഇതിൽ ഓപ്ഷൻ എ ബ്രഹ്മപുത്ര സമതലം അതാണ് കറക്റ്റ് ആൻസർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയരാൻ കാരണമാകുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയരാൻ കാരണമാകുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ നോർവേസ്റ്ററുകൾ, ഓപ്ഷൻ ബി ലൂ, ഓപ്ഷൻ സി കാൽവൈശാഖി, ഓപ്ഷൻ ഡി പശ്ചിമ അസ്വസ്ഥത. ഇതിൽ ഓപ്ഷൻ ബി ലൂ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ലൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിതോഷ്ണ ഉപോഷ്ണ വിളകൾ പ്രധാനമായും കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. മിതോഷ്ണ ഉപോഷ്ണ വിളകൾ പ്രധാനമായി കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ സായ്, ഖാരിഫ്, റാബി എന്നിവ എന്നാണ് 4 ഓപ്ഷൻ. അതിൽ ഓപ്ഷൻ സി റാബി ആണ് കറക്റ്റ് ആൻസർ. മിതോഷ്ണ ഉപോഷ്ണ വിളകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മധ്യ ഉന്നത തടത്തെ പറ്റി ചുവടെ നൽകുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശം. മാൾവ പീഠഭൂമി എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറെ അതിരെ അരാവലി പർവ്വതം. ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇതിൽ ആദ്യം തന്നിരിക്കുന്ന 3 ഓപ്ഷനും കറക്റ്റാണ്. 4ാമത്തെ ഓപ്ഷനാണ് ശരിയല്ലാത്തത്. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ഡി, ഈ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റി ശരിയല്ലാത്ത വിവരം ഏത്? ഇതും ശരിയല്ലാത്ത വിവരം എഴുതാനാണ്. ഓപ്ഷൻ എ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു, അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ട ആശയം, ആമുഖത്തിൽ രേഖപ്പെടുത്തിയ തീയതി 1950 ജനുവരി 26, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇതിൽ ശരി അല്ലാത്തത് ഏതെന്നാണ്. ഇതിൽ ശരി അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ആമുഖത്തിൽ രേഖപ്പെടുത്തിയ തീയതി 1950 ജനുവരി 26 എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയല്ലാത്ത ആൻസർ. നമ്മളുടെ ആൻസർ അതാണ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്ന്, പാർലമെന്റിൽ നിന്ന്, മന്ത്രിസഭയിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങളിൽ നിന്നാണ്. ഓപ്ഷൻ ഡി ജനങ്ങളിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 അവതരിപ്പിച്ച പ്രധാന രേഖ ഏത്? 1946 ഡിസംബർ 13 അവതരിപ്പിച്ച പ്രധാന രേഖ ഏത്? ഓപ്ഷൻ എ ഭരണഘടനയുടെ കരട്, ഓപ്ഷൻ ബി ലക്ഷ്യപ്രമേയം, ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ. ഇതില് ലക്ഷ്യപ്രമേയമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ലക്ഷ്യപ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതാനും സവിശേഷതകൾ ചുവടെ നൽകുന്നു.
1. 1,50,000 വാക്കുകൾ അടങ്ങിയ വിപുലമായ രേഖ. 2. ഭരണഘടനയുടെ കരട് 1949 നവംബർ 26 അംഗീകരിച്ചു. 3. ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. 4. നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ 395 വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഇതില് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1, 2, 3 ശരി, 1, 2, 3, 4 ശരി, 2, 3 മാത്രം ശരി, 1, 3, 4 ശരി, 1, 2, 4 ശരി. ഇതിൽ കറക്റ്റ് ആൻസർ 1, 2, 3, 4 ശരി. ഇത് എല്ലാം കറക്റ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതാനും സവിശേഷതകൾ ചുവടെ നൽകുന്നു. 1,50,000 വാക്കുകൾ അടങ്ങിയ വിപുലമായ രേഖയായിരുന്നു. ഭരണഘടനയുടെ കരട് 1949 നവംബർ 24 അംഗീകരിച്ചു. ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ 395 വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലെ വിഷയമേത്? ബാങ്കിങ്, റെയിൽവേ, പോലീസ്, ട്രേഡ് യൂണിയനുകൾ. ഇതിലെ സംസ്ഥാന ലിസ്റ്റിലെ വിഷയം എന്ന് പറയുന്നത് പോലീസ് ആണ്. ഓപ്ഷൻ സി പോലീസ്. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേത്രഗോളത്തിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളി ഏത്? നേത്രഗോളത്തിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളി ഏത്? സ്ക്ലീറ, കോർണിയ, കൺജക്റ്റീവ, പ്യൂപ്പിൾ. ഇതിൽ സ്ക്ലീറയാണ് കറക്റ്റ് ആൻസർ. ഏറ്റവും പുറമെ കാണുന്നത് സ്ക്ലീറ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിന് സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. സീലിയറി പേശികൾ അയയുന്നു, സ്നായുക്കൾ വലിയുന്നു, ലെൻസിന്റെ വക്രത കുറയുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഇതിലെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഫോക്കൽ ദൂരം കുറയുന്നു. അതാണ് നമ്മളുടെ ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ട് പോലെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമേത്? സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ട് പോലെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമേത്? ഓപ്ഷൻ എ മെഡുല ഒബ്ലാങ്കേറ്റ, ഓപ്ഷൻ ബി സെറിബ്രം, ഓപ്ഷൻ സി തലാമസ്, ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മധ്യവയസ്കരിൽ സാധാരണ കാണുന്ന കാഴ്ച വൈകല്യം ഏത്? തിമിരം, കോങ്കണ്ണ്, പ്രസ്ബയോപ്പിയ, ഗ്ലോക്കോമ. ഇതിൽ മധ്യവയസ്കരിൽ സാധാരണ കാണപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, പ്രസ്ബയോപ്പിയ. ഓപ്ഷൻ സി പ്രസ്ബയോപ്പിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരിൽ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപിൻ ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നത് മൂലമുള്ള വൈകല്യം ഏത്? ഓപ്ഷൻ എ വാമനത്വം, ഓപ്ഷൻ ബി ഭീമാകാരത്വം, ഓപ്ഷൻ സി ആക്രോമെഗലി, ഓപ്ഷൻ ഡി മിക്സേഡിമ. ഇതിൽ ക്വസ്റ്റ്യൻ മനുഷ്യരിൽ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപിൻ ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നത് മൂലമുള്ള വൈകല്യം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. എ വാമനത്വം, ബി ഭീമാകാരത്വം, സി അക്രോമെഗാലി, ഡി മിക്സേഡിമ. ഇതില് ഓപ്ഷൻ സി അക്രോമെഗാലിയാണ് കറക്റ്റ് ആൻസർ. ശരീരത്തിലെ അമിതമായ വളർച്ചാ ഹോർമോണിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ഇത്. വളർച്ചാ ഹോർമോൺ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അക്രോമെഗാലി. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള തത്വമേത്? ഓപ്ഷൻ എ സെൽഫ് ഇൻഡക്ഷൻ, ഓപ്ഷൻ ബി മ്യൂച്വൽ ഇൻഡക്ഷൻ, ഓപ്ഷൻ സി വൈദ്യുത കാന്തികത്വം, ഓപ്ഷൻ ഡി ഊർജമാറ്റം. ഇതില് ഓപ്ഷൻ ബി മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. LED എന്നതിൽ ഡി എന്തിന്റെ ചുരുക്കെഴുത്താണ്? ഓപ്ഷൻ എ ഡയഫ്രം, ഓപ്ഷൻ ബി ഡയറക്ഷൻ, ഓപ്ഷൻ സി ഡയോഡ്, ഓപ്ഷൻ ഡി ഡൈവേഴ്സൺ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഡയോഡാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണല്ലോ LED എന്ന് പറയുന്നത്. അപ്പോഴതിന് ഡി ഡയോഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വിവിധ ഡിസ്ചാർജ് ലാബുകളിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങൾ ലഭിക്കുന്ന പ്രകാശത്തിന്റെ നിറം എന്നിവ ചുവടെ നൽകുന്നു. 1. ഹൈഡ്രജൻ നീല, നൈട്രജൻ ചുവപ്പ്, ക്ലോറിൻ പച്ച, സോഡിയം ബാഷ്പം മഞ്ഞ. ഇതിലെ ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രം ശരി, ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രം ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. എന്ന് പറഞ്ഞാൽ വിവിധ ഡിസ്ചാർജ് ലാബുകളിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങൾ ലഭിക്കുന്ന പ്രകാശത്തിന്റെ നിറം എന്നിവ ചുവടെ ചേർക്കുന്നു. ഹൈഡ്രജൻ നീലയാണ്, നൈട്രജൻ ചുവപ്പാണ്, ക്ലോറിൻ പച്ചയാണ്, സോഡിയം ബാഷ്പം മഞ്ഞയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം. ഓപ്ഷൻ എ സ്പോഞ്ചി അയൺ, ഓപ്ഷൻ ബി വനേഡിയം പെൻഡോക്സൈഡ്, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ഡി അമോണിയം ക്ലോറൈഡ്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വനേഡിയം പെൻഡോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഓപ്ഷൻ ബി വനേഡിയം പെൻഡോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ കാർബോക്സിലിക് ആസിഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? കാർബോക്സിലിക് ആസിഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ടാർട്ടാറിക് ആസിഡ്, ഓപ്ഷൻ ബി സിട്രിക് ആസിഡ്, ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിൽ കാർബോക്സിലിക് ആസിഡുകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നിസ്സഹകരണം, ഓപ്ഷൻ ബി പൊതുനിരത്ത് ഉപരോധിക്കൽ, ഓപ്ഷൻ സി നിയമലംഘനം, ഓപ്ഷൻ ഡി സവർണ ജാഥ. ഇതിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം എന്ന് പറയുന്നത് സവർണ ജാഥ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംഘടനയുടെ മുൻഗാമിയായിരുന്നു വാവൂട്ട് യോഗം? വാവൂട്ട് യോഗം ഏത് സംഘടനയുടെ മുൻഗാമിയായിരുന്നു? ഓപ്ഷൻ എ NSS, ഓപ്ഷൻ ബി സാധു ജനപരിപാലന സംഘം, ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഓപ്ഷൻ ഡി SNDP. ഇതിൽ SNDP ആണ് കറക്റ്റ് ആൻസർ. SNDPയുടെ മുൻഗാമിയായിരുന്നു വാവൂട്ട് യോഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നത് ഏത്? തുലാം 10 സമരം. കുട്ടൻകുളം സമരം, പുന്നപ്ര വയലാർ സമരം, കല്ലുമാല സമരം, തോൽവിറക് സമരം. ഇതിൽ പുന്നപ്ര വയലാർ ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ ആണ് തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുതുകുളം പ്രസംഗം നടത്തിയത് ആരെ? മുതുകുളം പ്രസംഗം നടത്തിയത് ആരെ? ഓപ്ഷൻ എ സി കേശവൻ, ഓപ്ഷൻ ബി TK മാധവൻ, ഓപ്ഷൻ സി CP ജോൺ, ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ഇതിൽ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭനാണ് കറക്റ്റ് ആൻസർ. മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാഗോറിന്റെ ശിവഗിരി സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവും ടാഗോറുമായുള്ള സംഭാഷണത്തിന്റെ ദ്വിഭാഷി ആരായിരുന്നു? ടാഗോറിന്റെ ശിവഗിരി സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവും ടാഗോറുമായുള്ള സംഭാഷണത്തിന്റെ ദ്വിഭാഷി ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡോക്ടർ പൽപു, ഓപ്ഷൻ ബി ഗോവിന്ദൻ വാദ്യാർ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി N കുമാരൻ. അതിൽ ഓപ്ഷൻ സി കുമാരനാശാനാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി കുമാരനാശാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ കാൻഫഡിന്റെ പ്രവർത്തനം ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല ഏത്? കാൻഫഡിന്റെ പ്രവർത്തനം. ഓപ്ഷൻ എ പാരമ്പര്യ കലകളുടെ ഉന്നമനം, ഓപ്ഷൻ ബി അനൗപചാരിക വിദ്യാഭ്യാസം, ഓപ്ഷൻ സി സാമൂഹിക സുരക്ഷ, ഓപ്ഷൻ ഡി ദുരന്ത നിവാരണം. ഇതില് കാൻഫഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അനൗപചാരിക വിദ്യാഭ്യാസമാണ്. ഓപ്ഷൻ ബി അനൗപചാരിക വിദ്യാഭ്യാസം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി മുസിരിസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൊച്ചി മുസിരിസ് ബിനാലെ. ഓപ്ഷൻ എ ചലച്ചിത്രോത്സവം, ഓപ്ഷൻ ബി നാടകോത്സവം, ഓപ്ഷൻ സി കലാപ്രദർശനം,
ഓപ്ഷൻ ഡി സംഗീതോത്സവം. ഇതിൽ ഓപ്ഷൻ സി കലാപ്രദർശനം. അതാണ് നമ്മുടെ കൊച്ചി മുസ്ലിസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി കലാപ്രദർശനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനകീയമാക്കിയ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്ന നൃത്തരൂപം ഏത്? ജനകീയമാക്കിയ കഥകളി ഏതാണ്? ഓപ്ഷൻ എ ചവിട്ട് നാടകം, ഓപ്ഷൻ ബി കേരള നടനം, ഓപ്ഷൻ സി തെയ്യം, ഓപ്ഷൻ ഡി പടയണി. ഇതില് ഓപ്ഷൻ ബി കേരള നടനം ആണ് ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്നത്. കേരള നടനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബില്ലി ജീൻ കിങ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഗോൾഫ്, ഓപ്ഷൻ ബി ടെന്നീസ്, ഓപ്ഷൻ സി ബാഡ്മിന്റൺ, ഓപ്ഷൻ ഡി സ്നൂക്കർ. ഇതിലെ ബില്ലി ജീൻ കിങ് കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ടെന്നീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡക്വർത്ത് ലൂയിസ് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഡക്വർത്ത് ലൂയിസ് നിയമം എന്ന് പറയുന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? അതെന്തെന്ന് വെച്ചാൽ ഒരു കാലാവസ്ഥ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായാൽ ആ കളി ഒന്നുകൂടെ കളിക്കുമ്പോൾ രണ്ടാമത് കിട്ടുന്ന പോയിന്റ് റണ്ണാണ് ഫൈനൽ റിസൾട്ട് ആക്കി എടുക്കുന്നത്. അതിനെയാണ് ഡക്വർത്ത് ലൂയിസ് നിയമം എന്ന് പറയുന്നത്. അത് ക്രിക്കറ്റിലാണ് ബാധകമായിട്ടുള്ളത്. ഓപ്ഷൻസ് എ ഹോക്കി, ബി ഫുട്ബോൾ, സി ക്രിക്കറ്റ്, ഡി ടെന്നീസ്. അതിൽ ഓപ്ഷൻ സി ക്രിക്കറ്റ് ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളെല്ലാം എൻ്റെ എല്ലാ സീരീസും കാണണം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഫുൾ മാർക്കും വാങ്ങി റാങ്ക് ലിസ്റ്റ് ഇടം നേടണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ.